നമ്മൾ സുവിശേഷ ബന്ധിത ജീവിതം നയിക്കാൻ തുടങ്ങുമ്പോൾ ഒത്തിരി കാര്യങ്ങളിൽ നമ്മൾ മരിക്കേണ്ടതുണ്ട്. സുവിശേഷ ജീവിതം നയിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും വെറുപ്പ് സൂക്ഷിക്കാൻ പറ്റില്ല. അവൻ യേശുവിനെ പ്രതി മരിക്കാന്ന് പറഞ്ഞാൽ യേശുവിനെ പ്രതി അവൻ ക്ഷമിക്കാൻ തയ്യാറാകുന്ന അർത്ഥം. നമ്മൾ മരിക്കുന്ന അവസ്ഥയാണ്. സ്നേഹിക്കാൻ തയ്യാറാണ്. നമ്മൾ വേദനിപ്പിച്ചവരെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ തയ്യാറാകുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതിനാ യേശുവിനെ പ്രതി നാം മരിക്കുകയാണ്. നമുക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, നമുക്ക് സന്തോഷം തരുന്ന കാര്യമല്ല, നമുക്ക് ഉൾക്കൊള്ളാൻ അംഗീകരിക്കാൻ പറ്റുന്ന വിഷയമല്ല. ബട്ട് യേശുവിനെ പ്രതി, സുവിശേഷത്തെ പ്രതി, ദൈവരാജ്യത്തെ പ്രതി, എന്റെ നിത്യരക്ഷയെ പ്രതി, എന്റെ ആത്മരക്ഷയെ പ്രതി ക്ഷമിക്കുന്നു, ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ എളിമപ്പെടുന്നു, ഞാൻ വിട്ടുകൊടുക്കുന്നു, ഒട്ടേന്ന് വെക്കുന്നു. പൗലോസിലെ റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ ദൈവത്തിന്റെ കരുണയെക്കുറിച്ച് പറയുമ്പോൾ 5:8 ആ കാതലായ വചനം കടപ്പുണ്ട്. ദൈവത്തിന്റെ കരുണ എന്താണെന്ന്? നാം പാപികളായിരിക്കെ. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കാൻ തയ്യാറാകും. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. സ്വന്തം പുത്രനെ നമ്മുടെ പാപങ്ങളെ പ്രതി പാപികളായിരുന്ന നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടി പിതാവായ ദൈവം അയച്ചു എന്നതിലാണ് ദൈവത്തിന്റെ കരുണയും സ്നേഹവും ഇരിക്കുന്നത്. അങ്ങനെ കർത്താവിന്റെ കരുണ അനുഭവിച്ച നാം അനുദിനം എളിമപ്പെടുമ്പോൾ, വിട്ടുകൊടുക്കാനും വിട്ടുവീഴ്ചയ്ക്കൊക്കെ തയ്യാറാകുമ്പോൾ, ക്ഷമിക്കാൻ തയ്യാറാകുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതിനാ നമ്മൾ യേശുവിനെ പ്രതി അനുദിനം മരിച്ചുകൊണ്ടിരിക്കുകയാണ്.